വാർത്തകൾ തുടർന്നു. ഡൽഹിയിൽ ഭീകരാക്രമണ ശ്രമം തകർത്തതായി ഡൽഹി സ്പെഷ്യൽ സെൽ പോലീസ്. രണ്ടുപേരെ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്തു. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഇവരിൽ നിന്ന് ആയുധ ശേഖരങ്ങളും കണ്ടെടുത്തു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ ഭീകരാക്രമണ ശ്രമം തകർത്തതായാണ് ഇപ്പോൾ ഡൽഹി സ്പെഷ്യൽ സെൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. രണ്ടുപേരെ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഡൽഹിയിലെ രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ ഡൽഹി സ്പെഷ്യൽ സെൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഒരു ഭീകരാക്രമണ ശൃംഖല നടത്താനുള്ള പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. ഇതിൽ സംശയാസ്പദമായി രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തവരിൽ ഒരാൾ ഡൽഹി സ്വദേശിയും മറ്റൊരാൾ മധ്യപ്രദേശ് സ്വദേശിയുമാണ് എന്നാണ് വിവരം. ഇതിൽ ഡൽഹി സ്വദേശിയായ അദ്നാൻ എന്നയാളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളൂ. മറ്റേയാളുടെ വ്യക്തിത്വം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഒരു ഡൽഹി സ്വദേശിയും ഒരു മധ്യപ്രദേശ് സ്വദേശിയുമാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇരുവരെയും ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരിൽ നിന്ന് ആയുധ ശേഖരവും കണ്ടെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ കണ്ടെടുത്ത ആയുധ ശേഖരം എന്ന് പറയുന്നത് IED എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന IED ഡിവൈസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ചും ഷോപ്പിംഗ് മോളുകൾ അതുപോലെ തന്നെ ബാസാറുകൾ, അതായത് ഞായറാഴ്ചകളിലടക്കം വലിയ തിരക്ക് ഉണ്ടാവാറുള്ള ചന്തകൾ പോലുള്ള സ്ഥലങ്ങളിൽ ഈ IED സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ പിടിയിലായ രണ്ടുപേരും ഫിദായിൻ അല്ലെങ്കിൽ ചാവേർ ആക്രമണം, സ്വയം മരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്ന ചാവേർ ആക്രമണത്തിൽ പരിശീലനം നേടിയിരുന്ന രണ്ട് പേരാണ് ഈ അറസ്റ്റിലായവർ എന്നും പോലീസും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും വ്യക്തമാക്കുന്നുണ്ട്. ഈ പിടിയിലായ ഇരുവർക്കും ഈ ഭീകരാക്രമണത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ISIS എന്നറിയപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഔദ്യോഗിക ചാര സംഘടനയായ ISAയുടെ ഇന്റലിജൻസ് സംഘടനയുടെ സഹായവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു ഗുരുതരമായ കണ്ടെത്തൽ. ഈ പാക് ചാര സംഘടനയുടെ മറവിലാണ് ഇവർ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റിലായ പ്രതികളിൽ കൂടുതൽ പേര് ഇവർക്കൊപ്പം ഉണ്ട് എന്നാണ് കരുതുന്നത്. കാരണം ഇതൊരു ചാവേർ ആക്രമണത്തിനുള്ള പദ്ധതിയാണ്. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്താനാണ് പദ്ധതി. അതുകൊണ്ട് തന്നെ ഒരു മൊഡ്യൂൾ തന്നെ അല്ലെങ്കിൽ ഒരു സെല്ല് എന്ന് വിളിക്കുന്ന ഒരു ടെററിസ്റ്റ് സെല്ല് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഇതിന്റെ മുഴുവൻ ശൃംഖലയെയും കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മറ്റ് ആഗോള ബന്ധങ്ങൾ ഉണ്ടോ, ഈ രണ്ടുപേർക്കും രാജ്യത്തിന് പുറത്ത് ആഗോള തലത്തിൽ ബന്ധങ്ങൾ ഉണ്ടോ എന്നതും അന്വേഷിച്ചു വരികയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന് പുറത്ത് മറ്റേതെങ്കിലും ഭീകര സംഘടനകളുടെ ഒരു ഇടപെടൽ കൂടി ഈ ഒരു സംഭവത്തിൽ ഉണ്ടോ എന്നതും ഇപ്പോൾ നിലവിൽ രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഈ രണ്ടുപേരെയും ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെയാണ് ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വാർത്തയുടെ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന്റെയോ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ പുറത്തുവിട്ടിട്ടില്ല. തീർത്തും ഒരു രഹസ്യ സ്വഭാവത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടാളികൾ ഉണ്ടെന്ന് സംശയിക്കുന്നു. അവരെ കൂടി പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ. ഇനിയും കൂടുതൽ ആളുകളെ പിടികൂടിയാൽ മാത്രമാണ് കൃത്യമായി ഏത് സംഘടനയുമായി ബന്ധമുള്ളവരാണ് ഇവർ, എന്തായിരുന്നു കൃത്യമായ ആസൂത്രണം, അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള മറ്റ് ഭീകര ശൃംഖലകളുമായി ഭീകരവാദ ശൃംഖലകളുമായി ഇവർക്കുള്ള ബന്ധം എന്താണ് എന്നിവയിലെല്ലാം ഒരു വ്യക്തത വരും. ശരി. ഡൽഹിയിൽ ഭീകരാക്രമണ ശ്രമം തകർത്തതായി ഡൽഹി സ്പെഷ്യൽ സെൽ പോലീസ്. രണ്ടുപേരെ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഇവരിൽ നിന്ന് ആയുധ ശേഖരങ്ങളും കണ്ടെടുത്തു. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.